ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി ട്രാവൽ വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ ട്രിപ്പ് എന്തുമാത്രം അടിപൊളിയായിരുന്നു എന്നുള്ളത്. എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയല്ലോ എന്ന് ഓർത്ത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളുമാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, സ്വിറ്റ്സർലൻഡിലെ ഇന്റർലാക്കനിലോട്ടാണ്. ഇന്റർലാക്കൻ, അവിടെ തന്നെ നമ്മൾ ലൗട്ടർബ്രൂണൻ, ഗ്രിൻഡൽവാൾഡ്, പിന്നെ നമ്മൾ ബേണിലും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ക്ലാസ്മേറ്റ് നോട്ട്ബുക്സിൻ്റെയും അതുപോലെ തന്നെ കലണ്ടേഴ്സിൻ്റെയും ഒക്കെ കവർ പേജായിട്ട് കണ്ടിട്ടുള്ള കുറേ സ്ഥലങ്ങൾ നമ്മൾ നേരിട്ട് പോയി കാണാൻ പോകും. ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു ഫീലിംഗ്. നമ്മൾ പണ്ട് ഇന്ത്യയിലിരുന്നത്, എൻ്റെ വീട്ടിലിരുന്നത്, ഞാൻ എൻ്റെ ബുക്കിനകത്ത് കണ്ട ഒരു കാര്യം, നമ്മൾ നേരിട്ട് പോയി ഇത്രയും കിലോമീറ്റേഴ്സ് എവേ നമ്മൾ പോയി കാണുകയാണ്. ആ ഒരു ഫീലിങ്സ് അല്ലേ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ പോകാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും കേട്ടിട്ടുണ്ട് സ്വിറ്റ്സർലൻഡ് ഈസ് വെരി എക്സ്പെൻസീവ്. അവിടുത്തെ ഫുഡ്, അക്കോമഡേഷൻ, ട്രാവൽ എല്ലാം എക്സ്പെൻസീവ് ആണ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ പോയത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. ഞാൻ എൻ്റെ ട്രിപ്പിന് വേണ്ടിയിട്ട് ജർമ്മനി തന്നെയുള്ള ഒരു ഏജൻസി ആയിരുന്നു ചൂസ് ചെയ്തത്, സ്റ്റുഡിഫാർട്ടൻ. ഞാൻ ഇവരുടെ കൂടെ തന്നെയാണ് ഓസ്ട്രിയ ട്രിപ്പ് പോയതും. അതെനിക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഇവരെ തന്നെ ഇന്റർലാക്കൻ പോകാൻ വേണ്ടിയിട്ടും നോക്കി വെച്ചത്. എനിക്ക് ട്രാവലിന് മാത്രം ആയത് 90 യൂറോസ് ആയിരുന്നു. പിന്നെ ഫുഡ്, ബാക്കി എൻട്രി ടിക്കറ്റ്സ് ഒക്കെ വേറെ ആയിരുന്നു. എൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഡ്യൂസൽഡോർഫിൽ നിന്നായിരുന്നു. ഏകദേശം വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ നമ്മൾ ബസ്സിൽ കയറി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സ് ഉണ്ടായിരുന്നു, ഒത്തിരി ഇല്ല, എന്നാലും ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ബ്രേക്ക് ഇടയ്ക്ക് 2-3 തന്നു. അതിനുശേഷം നമുക്ക് ഒരു 8:30 നമ്മൾ ഇന്റർലാക്കൻ എത്തുമായിരുന്നു. ഇന്റർലാക്കൻ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 1 അവർ 1.5 അവർ ഒരു ബ്രേക്ക് തന്നു. അവിടെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ബ്രഷ് ചെയ്യാനും ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒക്കെയുള്ള ഒരു ടൈമിംഗ് ആയിരുന്നു. ആ സമയത്ത് വീഡിയോസ് എടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ ഇന്റർലാക്കനിൽ എത്തി. അവിടെ കൂടെ നമുക്ക് നടന്ന് വേണം നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഇറങ്ങി നമ്മുടെ ബസ് പാർക്കിങ്ങിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നടക്കണമായിരുന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇന്റർലാക്കൻ ഓസ്റ്റ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ടിക്കറ്റ്സ് എടുക്കണം. ടിക്കറ്റ്സ് എടുക്കാൻ ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. കുറച്ച് ഉഡായിപ്പ് പരിപാടിയൊക്കെ കാണിച്ച് നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ വാങ്ങി നേരെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ആദ്യം ലൗട്ടർബ്രൂണൻ പോവാം, അല്ലെങ്കിൽ ഗ്രിൻഡൽവാൾഡ് പോവാം. ഞങ്ങളോട് പറഞ്ഞു ഗ്രിൻഡൽവാൾഡ് പോയിട്ട് ലൗട്ടർബ്രൂണൻ പോയാൽ മതി, നമുക്ക് എല്ലാത്തിനും ഒരു വെറൈറ്റി വേണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം പോയത് ലൗട്ടർബ്രൂണനിലോട്ടായിരുന്നു. അവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്തത് നമുക്ക് ഏകദേശം ഒരാൾക്ക് റൗണ്ട് ട്രിപ്പ് 35 യൂറോസ് ആയി. അങ്ങനെ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ലൗട്ടർബ്രൂണനിലെ തന്നെ വാട്ടർഫോൾ ആണ്. അത് നമുക്ക് അവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം അതിങ്ങനെ ഒഴുകുന്നത്. അതായത് നമ്മളുടെ നാട്ടിലെ പോലെ ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്ന വാട്ടർഫോൾ അല്ല. ഇത് ഭയങ്കര ഫോഴ്സ് കുറഞ്ഞിട്ട് പയ്യെ ഒഴുകുന്ന ഒരു ചെറിയൊരു വാട്ടർഫോൾ. ചെറുതല്ല, വലുതാണ്. ഭയങ്കര ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിന്റെ മേളിൽ വരെ കയറാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എൻ്റെ കയ്യിൽ ഞാൻ ബാഗ് വണ്ടിയിൽ വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചു നമുക്ക് വണ്ടിയിൽ പിന്നെ വൈകിട്ടേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ഫുഡ്, ചെറിയ സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ബാഗ് എടുത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എനിക്കങ്ങ് മേളിൽ വരെ ഒന്നും കയറാൻ പറ്റിയില്ല. അത് സാരമില്ല. നമ്മൾ അവിടെ കൂടെ ഒക്കെ കുറച്ചു നേരം നടന്ന് ഒരു ബ്യൂട്ടിഫുൾ സെമിറ്റേരി ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ ഗ്രിൻഡൽവാൾഡിലോട്ടുള്ള ട്രെയിൻ പിടിച്ചു. ഗ്രിൻഡൽവാൾഡിലോട്ടുള്ള ട്രെയിൻ ട്രാവൽ ഭയങ്കര രസമായിരുന്നു. ബ്യൂട്ടിഫുൾ കുറേ സീനറീസ് ഒക്കെ കണ്ട്, കുറേ അവിടെ ഇവിടെ ആയിട്ടുള്ള പച്ചപ്പിൻ്റെ അകത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടൊക്കെ നിൽക്കുന്നതാണ്. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ ഇതൊരു സത്യം പറഞ്ഞ ഒരു ഹിൽ ഏരിയ ആണ്. അപ്പം ട്രെയിൻ ഇങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് പോണതുകൊണ്ട് തന്നെ നമുക്ക് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. പോകുന്ന വഴിക്ക് നമുക്ക് കുഞ്ഞു കുഞ്ഞു അരുവികളും അതുപോലെ തന്നെ മഞ്ഞ കുഞ്ഞു പൂക്കളും നിറഞ്ഞ കുറേ ഏരിയയും, പിന്നെ അവിടെയും ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വീടുകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഒരു വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടുകാർ അറിയത്ത പോലും ഇല്ല. അതും ഈ ഏരിയാസിലൊക്കെ പ്രായമുള്ളവരാണ് കൂടുതലും താമസിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടല്ല. അതുപോലെ തന്നെ ഞാൻ ആലോചിച്ച ഒരു കാര്യം, ഇവരൊക്കെ എങ്ങനെ ഷോപ്പിങ്ങിന് പോണത്, എങ്ങനെയാണ് പുറത്തോട്ടൊക്കെ പോകണം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എങ്ങനെയാണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനൊരു ഏരിയയിൽ കുറേ നാൾ വന്ന് താമസിക്കാം. വന്ന് കണ്ടൊക്കെ പോകാനൊക്കെ, അല്ലാതെ എങ്ങനെയാ കുറേ നാൾ ഇങ്ങനെ താമസിക്കാൻ പറ്റുക. മേ ബി അവർ ആ ഒരു ഇതിനോട് അഡാപ്റ്റ് ആയതുകൊണ്ടായിരിക്കും. പക്ഷെ
മൈഷ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്, ഭയങ്കര കാം ആൻഡ് റിലാക്സിങ്, ഭയങ്കര രസമുള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ട്രെയിൻ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, കണ്ണെടുക്കാൻ തോന്നില്ല, നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അതുപോലെയാണ് ഓരോ ഏരിയാസ് വരുമ്പോഴും. അതുപോലെ തന്നെ ഒരു സൈഡിൽ കൊക്ക പോലെ ഇങ്ങനെ താഴോട്ട് കുറേ മരങ്ങളും ഇങ്ങനെ സ്ലോപ്പിംഗ് ഏരിയ ആണ്, വേറൊരു സൈഡിലോട്ടാണെങ്കിൽ നല്ലൊരു ഹിൽ ഏരിയയും, പിന്നെ ആ ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ കുറേ അരുവികളൊക്കെ ഇങ്ങനെ പോണതും ഭയങ്കര എന്താണേലും ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലം. ലോകത്തിൽ എന്തുമാത്രം ഇതുപോലത്തെ അടിപൊളി സ്ഥലങ്ങളുണ്ടല്ലേ. നമ്മൾ ഒരിടത്തിരുന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി നേച്ചറിനെ അറിയും, അവിടുത്തെ കൾച്ചർ അറിയും, ആൾക്കാരെ അറിയും. അതുപോലെ തന്നെ ഈ സ്ഥലത്തെ ആൾക്കാർ വെരി നൈസ്, അവർ ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു, ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പോയ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനങ്ങ് തീരുമാനിച്ചു, ഈ ഒറ്റ ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റുന്ന സ്ഥലമല്ല ഇത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു 2 ദിവസം നിന്ന് കാം ആൻഡ് റിലാക്സിങ് ആയിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഈ ഒന്നും കൂടെ വരും എന്ന് ഞാൻ ഉറപ്പിച്ചാണ് ഞാൻ അവിടുന്ന് തിരിച്ചത് തന്നെ. കാരണം അത്രയ്ക്ക് ഞാൻ ഈ പറയുന്നത് ഒന്നും അല്ല, അത് നിങ്ങൾ നേരിട്ട് പോയി കാണണം. അതാണ് ആ ഒരു ബ്യൂട്ടി അതിൻ്റെ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി ഞാൻ ഈ പറഞ്ഞ പോലെ ഈ തടാകമൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ അരുവികൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ മലയും അരുവിയുടെ സൈഡിൽ കൂടെ ഒക്കെ കയറി നമ്മൾ അങ്ങ് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. യെസ്, അങ്ങനെ നമ്മൾ മലയും പുഴയും ഒക്കെ കടന്ന് നമ്മളുടെ ഡെസ്റ്റിനേഷനിലെത്തി, ഗ്രിൻഡൽവാൾഡ്. ഗ്രിൻഡൽവാൾഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞൊരു സിറ്റി എന്ന് പറയാൻ പറ്റുന്നത് ഒരു വില്ലേജ് ഏരിയയിൽ കുറേ ഷോപ്സ് ആണ് ഇവിടെ കൂടുതലുള്ളത്. ഞാൻ മുൻപോട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഭയങ്കര നേരത്തെ പോലെ തന്നെ, അതായത് ലൗട്ടർബ്രൂണിനേക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഇവിടെ. ഇതൊരു നമുക്കൊരു സിറ്റി അല്ലെങ്കിൽ ഒരു ആൾക്കാർ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് മറ്റതിനേക്കാളിലും കുറച്ചുകൂടെ തോന്നും. അപ്പം ഇതായിരുന്നു നമ്മുടെ ഏരിയ. കുറേ മലകളുടെ നടുക്കൊരു കുഞ്ഞു വില്ലേജ്. അവിടെ നമുക്ക് ഹോട്ടൽസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക 7 Yearsൻ്റെ കടകളുണ്ട്, കഫേസ്, കുറേ ക്യൂട്ട് കഫേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് വിശന്നു, കാരണം നമ്മൾ രാവിലെ കഴിച്ചല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു സൂപ്പർ മാർക്കറ്റ് കയറി നമ്മളൊരു സാൻഡ്വിച്ചും ബർഗറാണെന്ന് തോന്നുന്നു അത് നമ്മൾ കഴിച്ചു. കാരണം അത് നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആസ് എ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് കഫേസ് അതൊക്കെ കയറുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റ്സ് നമുക്ക് ലൈഫ് സേവറാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറേ കടകളിലൊക്കെ കയറി, ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട്, കുറേ ക്യൂട്ട് 7 Years ഒക്കെ കണ്ട്. അതുകൊണ്ട് ആ ട്രെയിനല്ല പശുവായിരുന്നു, അതുപോലെ ട്രെയിനിൻ്റെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ മുൻപോട്ട് നടന്ന് നമ്മൾ ഒരു വില്ലേജിലോട്ട് കയറി. അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം നടന്നു, കുറേ ദൂരമൊന്നും നടന്നില്ല, നമ്മൾ അപ്പോഴത്തേക്കും ടയേർഡായിരുന്നു. പിന്നെ നെക്സ്റ്റ് ട്രെയിൻ എടുത്ത് നമ്മൾ തിരിച്ച് വീണ്ടും ഇന്റർലാക്കൻ ഓസ്ലോട്ട് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ബാക്കിയുള്ള കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം നമുക്ക് ടൈമിംഗ് ഉണ്ടായിരുന്നു 5:30 എത്തണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ആ 5:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും എത്തി. പക്ഷെ എന്നിട്ടും ആ കൂട്ടത്തിൽ കുറച്ച് പേര് എത്താത്തത് കൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു, കാരണം നമുക്കിനി ഇവിടുന്ന് നേരെ ബേൺ പോകണം. അങ്ങനെ നമ്മൾ ഒരു വൈകുന്നേരം ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ ബേൺ എത്തി. ബേൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അടിപൊളി സൺസെറ്റ് സമ്മാനിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. ഓ മൈ ഗോഡ്, ആ വ്യൂ ആ മേളിൽ നിന്ന് ഭയങ്കര രസമായിരുന്നു. നമ്മൾ ആദ്യം ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഗാർഡൻ്റെ അകത്തൂടെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വ്യൂ കിട്ടിയത്. എൻ്റെ മോനെ, അടിപൊളി വ്യൂ. അങ്ങനെ നമ്മൾ ആ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് നേരെ നമ്മൾ ബസ്സിൽ കയറി തിരിച്ച് നമ്മൾ ജർമ്മനിയിലേക്ക്. രാവിലെ മുഴുവൻ ആ കറങ്ങി നടന്നതിൻ്റെ ക്ഷീണം ഞാൻ ബസ്സിൽ കയറിയാണ് തീർത്തത്. ബസ്സിൽ കയറി ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഡ്യൂസൽഡോർഫ് രാവിലെ ഒരു 6 മണിയോടുകൂടി എത്തി. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ട്രെയിൻ എടുത്ത് നേരെ വീട്ടിലോട്ട് പോയിരുന്നു. അപ്പം ഇതായിരുന്നു എൻ്റെ സ്വിറ്റ്സർലൻഡ് വ്ലോഗ്. ഇനി ഇതുപോലത്തെ വ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.